ഹലോ. അപ്പോൾ ദേ ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ദേ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ക്രിസ്മസുമായിട്ട് പോവല്ല, നമ്മൾ ദേ ക്രിസ്മസിന് മുമ്പ് 2 ദിവസം ഒഴിവ് കിട്ടിയപ്പോൾ ഒന്നും നോക്കില്ല, വേഗം തന്നെ കടക്കരയിലോട്ട് പോകാമെന്ന് കരുതി. കടക്കരയിൽ പോണ വീഡിയോസ് ഒന്നും കാണിക്കുന്നില്ലല്ലോ തക്കൂന്ന് എല്ലാവരും കമൻറ്റിൽ പറയാറുണ്ട്. അപ്പം ഇനി നമുക്ക് കുറച്ച് ദിവസം കടക്കരയിലെ വിശേഷങ്ങളും കാര്യങ്ങളും കാണാട്ടോ എന്ന് വെച്ച് ഞാൻ കുറേ ദിവസം പോയി നിൽക്കാൻ പോണല്ല, 2 ദിവസത്തേക്ക് പോണതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ദിവസം തന്നെ തിരിച്ചു വരും. കാരണം സുധുവിൻ്റെ പരീക്ഷയും കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. പോണ വഴിയാണെങ്കിൽ ഇതേ സ്റ്റാറുകളും കരോളുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡും എല്ലാവരും ഭയങ്കര ബഹളമായോ കേട്ടോ. അങ്ങനെ ഞാനും സുധുവും കൂടി അപ്പം ഞങ്ങൾ ഓർത്തേ കരോളിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും കാണിച്ചു തരാമെന്ന് കരുതിയപ്പോഴേക്കും സുധപ്പം വീഡിയോ എടുത്തപ്പോഴേക്കും നമ്മൾ സൈഡ് തിരിച്ചായിപ്പോയി വീഡിയോ. അപ്പോൾ സുധു ആണെങ്കിൽ ഇപ്പോൾ ദേ ഞാനപ്പോൾ പറഞ്ഞു നീ എന്താണ് അങ്ങനെ എടുത്തതെന്നൊക്കെ ചോദിച്ചായിരുന്നു. സുധു ഇപ്പോൾ പുറകിലിരുന്ന് തകർത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ദേ ഞങ്ങൾ ദേ വീട്ടിലേക്ക് എത്താൻ പോണേക്ക് മുമ്പ് തന്നെ നമ്മൾ ശ്രുതിക്ക് എന്താ മേടിക്കേണ്ടതെന്ന് ഇങ്ങനെ ആലോചിക്കണമായിരുന്നു. അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ വിളിച്ചു ചോദിച്ചപ്പോൾ അവൾക്കൊന്നും പ്രത്യേകിച്ച് വേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഐസ്ക്രീമിനോട് അവൾക്ക് വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ ഓർത്ത് പിന്നെ ഐസ്ക്രീമൊക്കെ മേടിക്കാമെന്ന് ഓർത്ത്. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് എത്തിയപ്പോൾ ഇൻട്രാ അതേ ഒരു അടിപൊളി കാഴ്ചയായിരുന്നു. കാരണം ലൈറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ശ്രുതിയാണെങ്കിൽ കയറി വന്നപ്പോൾ തന്നെ ദേ ചേച്ചിക്ക് വേണ്ടിയിട്ട് കേക്ക് എന്ന് പറഞ്ഞിട്ട് എറാത്തേക്കാണ് വന്നത്. ആ സമയം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കണില്ലല്ലോ അവൾ കേക്കായിട്ട് എറാത്തേക്ക് വരുമെന്ന്. അപ്പോൾ സുനിച്ചേട്ടനാണെങ്കിൽ ആ സമയത്ത് വിളിക്കുന്നുണ്ടായിരുന്നു. അമ്മയാണെങ്കിൽ വേറൊരു കോളിലായിരുന്നു. സുനിച്ചേട്ടൻ വിളിച്ചിട്ട് എത്തിയോ ഇല്ലെന്നറിയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ ചേട്ടനെ ഞാൻ എന്ത് ചെയ്ത് വീഡിയോ കോൾ ചെയ്ത് ദേ ഇങ്ങനെ കണ്ണ് സ്റ്റാറൊക്കെ തൂക്കിയ കാര്യമൊക്കെ ഉച്ചക്കൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുനിച്ചേട്ടനോട്. അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സന്ധ്യക്ക് വിളിച്ചതാണ്. അപ്പോഴേക്കും ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും സുനിച്ചേട്ടനെ ഞാൻ കാണിച്ചൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ വീട്ടിൽ വന്ന പിന്നെ പറയണ്ടല്ലോ, നല്ല വിശപ്പായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ തലക്കറി വെച്ചിട്ടുണ്ടെന്ന് ഉച്ചക്ക് തന്നെ ഓഫീസിൽ വെച്ച് പറഞ്ഞുകൊണ്ട് ആ കറി പ്രതീക്ഷിച്ച് വന്നുകൊണ്ട് തന്നെ പിന്നെ ഒന്നും നോക്കിയില്ല. ഞാനും ശ്രുതിയും കൂടി വേഗം തന്നെ ചോറെടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ഫസ്റ്റ് കഴിച്ചിട്ട്, അങ്ങനെ ഞങ്ങൾ കഴിക്കാറില്ല എങ്കിലും കറി കണ്ടപ്പോൾ പിന്നെ ഒരു രക്ഷയുണ്ടായില്ല. വേഗം കഴിച്ചതിന് ശേഷം പിന്നെ ദേ ഈ ഒരു നമ്മുടെ പുതിയൊരു സംഭവത്തിനും കണ്ടപ്പോൾ പിന്നെ ഫോട്ടോ കിട്ടുകയെന്നപ്പോൾ തന്നെ ഞാൻ കണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ട് എനിക്കൊന്ന് കിടക്കാമെന്ന്. ഇപ്പം ശരിക്കും വീഡിയോയിലൊക്കെ എല്ലാവരും പറയണ പോലെ എന്തായാലും ഗർഭിണികൾക്ക് ഇങ്ങനെ ഈ സംഭവത്തിൽ കിടക്കാൻ പറ്റില്ല, കൂടെ ഉള്ളവർക്ക് കിടക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ അവിടെ കിടത്തിയിട്ട് ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അത്രേ ഉള്ളൂ.